എല്ലാവർക്കും നമസ്കാരം. മോട്ടിവേഷൻ സ്പീക്കറായ ഫിലിപ്പ് മമ്പാടിനെതിരെയും അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഈ അടുത്ത കാലത്തായി ഉയർന്നു വന്നിട്ടുള്ള പീഡന പരാതികളും ഇതുപോലെ തന്നെ ഇതിനു മുമ്പ് കേരളത്തിൽ അറിയപ്പെടുന്ന മറ്റു പ്രമുഖ വ്യക്തികൾക്കെതിരെയും ഉയർന്നു വരുന്ന പീഡന പരാതികളും ബലാത്സംഗ പരാതികൾ അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിന്റെ വാർത്താ മാധ്യമങ്ങളിലും ന്യൂസ് ചാനലുകളിലും ഒക്കെ വളരെ സജീവമായി ചർച്ചയായി നിലകൊള്ളുന്ന സമയങ്ങളിൽ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ ഒക്കെ മനസ്സിൽ ഉയർന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, ഒരു സ്ത്രീ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു പുരുഷനെതിരെ ഒരു പീഡന പരാതിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുരുതരമായ പരാതികളുമായി മുന്നോട്ട് വന്നാൽ ഈ വിഷയത്തിൽ പോലീസ് കേസ് എടുക്കുമോ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ കോടതി എന്ത് നടപടി സ്വീകരിക്കും, എങ്ങനെയാണ് ഈ കേസുകളൊക്കെ മുന്നോട്ട് പോകുന്നത്? ഇതേക്കുറിച്ച് മറുപടി പറയണമെങ്കിൽ ആദ്യമേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഈ രാജ്യത്തെ നിയമം എന്തു പറയുന്നു എന്ന് നമ്മൾ ആദ്യമായി തന്നെ അറിഞ്ഞിരിക്കണം. കാരണം നമ്മളുമായി ബന്ധപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇത്തരം കേസുകളിൽ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോകാനുള്ള പല സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. 1963 ലിമിറ്റേഷൻ ആക്ട് അനുസരിച്ചും പുതുതായി പുറത്തിറങ്ങിയ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത അനുസരിച്ചും ഓരോ കേസുകൾക്കും ഓരോ കുറ്റങ്ങൾക്കും ഓരോ കാലഹരണ കാലാവധി നിയമത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് ഒരാൾ ചെയ്ത ഒരു കുറ്റം പിഴശിക്ഷ മാത്രം ലഭിക്കുന്ന ഒന്നാണ് എങ്കിൽ 6 മാസത്തിനുള്ളിൽ അയാൾക്കെതിരായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നത് നിയമമാണ്. അതുപോലെ തന്നെ ഒരാൾ ചെയ്ത ഒരു കുറ്റം 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഒരാൾ ചെയ്തത് എങ്കിൽ അയാൾക്കെതിരിൽ 1 വർഷത്തിനുള്ളിൽ കേസ് രജിസ്റ്റർ ചെയ്യണം എന്നത് നിർബന്ധമാണ്. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്ത ഒരു കുറ്റം അയാൾക്ക് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് അയാൾ ചെയ്തത് എങ്കിൽ 3 വർഷത്തിനുള്ളിൽ അയാൾക്കെതിരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നത് നിർബന്ധമായ ഒരു കാര്യമാണ്. ഉദാഹരണത്തിന് ചെറുതരം കുറ്റകൃത്യങ്ങളുടെ കണക്കിലാണ് ഇത്തരം കേസുകളൊക്കെ ഉൾപ്പെടുന്നത്. ഒരാളെ ഭീഷണിപ്പെടുത്തുക, നിസ്സാരമായി പരിക്കേൽപ്പിക്കുക, പബ്ലിക് ന്യൂയിസൻസ്, പൊതുശല്യം ഉണ്ടാക്കൽ, ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ചെറുതരം കുറ്റകൃത്യങ്ങളുടെ കണക്കിലാണ് നിയമത്തിൽ പറയപ്പെടുന്നത്. എന്നാൽ ഒരു വ്യക്തി ചെയ്ത ഒരു കുറ്റം 3 വർഷത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു ഗുരുതരമായ കുറ്റകൃത്യമാണ് അയാൾ ചെയ്തത് എങ്കിൽ 3 വർഷത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾക്കൊന്നും തന്നെ കാലഹരണ കാലാവധി, അതായത് ലിമിറ്റേഷൻ പീരീഡിലെ ലിമിറ്റേഷൻ ബാധകമല്ല എന്ന കാര്യം കൂടി നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് കൊലപാതക ശ്രമം, ബലാത്സംഗ ശ്രമം, മോഷണം, കവർച്ച, സംഘക്കവർച്ച, ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസുകൾ, പ്രത്യേകിച്ചും പോക്സോ കേസുകളുടെ എല്ലാ സെക്ഷനുകളും 3 വർഷത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതര കുറ്റമായതിനാൽ ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ 6 വർഷത്തിന് ശേഷവും 8 വർഷത്തിന് ശേഷവും 10 വർഷത്തിന് ശേഷവും ഒക്കെ നമുക്കെതിരായി കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലീസിന് കഴിയുമെന്നുള്ള ഒരു കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കണം. ഇങ്ങനെ വൈകി രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്തെന്നാൽ വൈകി രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിലൊക്കെ തന്നെ അതിൻ്റെ മെറ്റീരിയൽ എവിഡൻസുകളും സയന്റിഫിക് എവിഡൻസുകളും സാക്ഷിമൊഴികളും ഒക്കെ പരാതിക്കാരനോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ വേണ്ട വിധം കോടതിയിൽ ഹാജരാക്കാൻ കൃത്യസമയത്തോ സാന്ദർഭികമായോ ഒന്നും ഹാജരാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പല കേസുകളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈകി രജിസ്റ്റർ ചെയ്യുന്ന കേസുകളൊക്കെ കോടതികളിൽ പല കാരണവശാലും തള്ളിപ്പോവാനുള്ള സാധ്യത പല നിലക്കുമുണ്ട്. എന്നാൽ പരാതിക്കാരനോ പ്രോസിക്യൂഷനോ വളരെ കൃത്യമായി മെഡിക്കൽ എവിഡൻസുകളും സയന്റിഫിക് എവിഡൻസുകളും മറ്റ് മെറ്റീരിയൽ എവിഡൻസുകളും സാക്ഷിമൊഴികളും വളരെ കൃത്യമായി കോടതിയിൽ ഹാജരാക്കുകയാണ് എങ്കിൽ എത്ര വർഷത്തിന് ശേഷമാണെങ്കിലും ഗുരുതരമായ കേസുകളിൽ കുറ്റാരോപിതനായ ആളുകൾ ശിക്ഷിക്കപ്പെടാനുള്ള പല സാഹചര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരും വളരെ നന്നായി ശ്രദ്ധിക്കുക. പല നിലക്കും പണി കിട്ടാനുള്ള ചാൻസുകൾ ഇന്ന് നമ്മുടെ നാട്ടിലെ സാമൂഹ്യ സാഹചര്യം വെച്ച് ഉണ്ട്. ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും നന്നാവുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.